18-ാം അധ്യായത്തിലും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇവിടെ മടുക്കാതെ നമ്മളത് ചോദിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മടുപ്പുണ്ടാകാൻ പാടില്ല. പക്ഷെ അവനെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടല്ല, അല്ലാതെ തന്നെ നിനക്ക് കാര്യങ്ങൾ നിർവഹിച്ചു തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹോളി സ്പിരിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വീണ്ടും അതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൃത്യതയോടെ പഠിക്കാനായിട്ട് സമയം കിട്ടുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇനി 18-ാം അധ്യായത്തിൻ്റെ ഭാഗത്തിൽ നമ്മളത് വായിക്കുമ്പോഴത്തേക്ക് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിലുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമെന്ന് പറഞ്ഞു. അവന് കുറേ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പീൻ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കുക, അവിടെയും പറയുന്നത് ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ചെയ്ത് കൊടുത്തേക്കാം, ഇല്ലെങ്കിൽ അവൾ എൻ്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞ് ദൈവം ഒരിക്കലെങ്കിലും ചെയ്യുമോ? ഇല്ല. അവിടെ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഒരു ന്യായാധിപതിയുടെ അടുത്ത് അവൻ അനീതിയുള്ളവനാണെങ്കിൽ തന്നെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സുമെടുത്തിട്ടെങ്കിലും അവൻ ചെയ്യുമായിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ ചെന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട കാര്യമോ മെനക്കെടുത്തേണ്ട കാര്യമോ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമോ ഇല്ല. ദൈവമോ വേഗത്തിൽ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൈവം ദീർഘക്ഷമയുള്ളവൻ ആണെങ്കിലും, ശരിക്കും ഇവിടെ ഒരു പേഴ്സിക്യൂഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പറയുന്നത്. അതായത് തൻ്റെ വൃതന്മാരെ നശിപ്പിക്കുന്നതായ ഒരു സമൂഹം ഉയർന്നു വരുന്നു. ആരും ആയിക്കോട്ടെ, തൻ്റെ വൃതന്മാരെ, വിശുദ്ധന്മാരായ ആളുകളെ കൊന്നുകളയുന്നതായ ഒരു ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ ദീർഘക്ഷമയുള്ളവനാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ ദൈവമക്കളെ ഒരുത്തൻ കൊന്നെന്ന് പറഞ്ഞാൽ ഉടനെ അവനെ പോയി കൊല്ലുന്നതല്ല ദൈവത്തിൻ്റെ പ്രത്യേകത. കാര്യം ദൈവം എങ്ങനെയുള്ളവനാണ്? ദീർഘക്ഷമയുള്ളവനാണ്. അവൻ ദീർഘക്ഷമയുള്ളവനാണ്. ദൈവം ഇല്ലെന്ന് പറയുന്നവരെല്ലാം ദൈവം അങ്ങ് കൊന്നുകളയാൻ തുടങ്ങിയാണെന്നെങ്കിൽ എന്തായിരുന്നു ഗതി? പണ്ട് ക്രൂശ്ചോവ് പറഞ്ഞൊരു കാര്യമാണെന്ന് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ക്രൂശ്ചോവ് പറഞ്ഞു, ദൈവം എന്ന് പറഞ്ഞൊരാളേ ഇല്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ഇതൊരു കഥയാണ്, അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ദൈവം എന്ന് പറയാനുണ്ടെങ്കിൽ അയാൾ വന്ന് എന്നെ അങ്ങ് തല്ലിക്കൊല്ലട്ടെ എന്ന് ക്രൂശ്ചോവ് പറഞ്ഞു. പിന്നെ ബില്ലി ഗ്രഹാം അതിനൊരു ആൻസർ പറഞ്ഞു. വിശാലമായ റഷ്യയുടെ ഏതെങ്കിലും ഗ്രാമങ്ങളിൽ എവിടെയെങ്കിലുമുള്ള ക്രൂശ്ചോവിൻ്റെ പ്രജകളിൽ ഒരു കൊച്ചുകുട്ടി, 2 വയസ്സുള്ള അല്ലെങ്കിൽ 3 വയസ്സുള്ള ഒരു കുട്ടി, ക്രൂശ്ചോവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലോകത്ത് ജീവിച്ചിരിപ്പില്ല, അയാൾ ഉണ്ടെങ്കിൽ അയാളുടെ സൈന്യത്തെ വിട്ട് എന്നെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ റഷ്യൻ സൈന്യം എന്തുവാ കൊച്ചിൻ്റെ എതിരെ മാർച്ച് ചെയ്ത് അതിനെ തല്ലിക്കൊല്ലുമോ? 2 വയസ്സുള്ള കൊച്ചു പറഞ്ഞ ഒരു തമാശ എന്ന് മാത്രമേ എടുക്കത്തുള്ളൂ, ഇല്ലേ? ഇതുപോലെ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്നവരോടെല്ലാം പ്രതികാരം ചെയ്യാന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമല്ല, അത് ദൈവിക സ്വഭാവമല്ല. പക്ഷെ ഇവിടെ കർത്താവ് പറയുന്നത്, അവൻ അങ്ങനെ പ്രതികാരദാഹിയായ ഒരു ദൈവം അല്ല എങ്കിലും കണ്ണടച്ചിരുന്നാൽ വൃതന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നുള്ളത് കൊണ്ട് ആദ്യമൊക്കെ അവൻ നോക്കിയിരുന്നാലും എന്താണ്, വേഗത്തിൽ തൻ്റെ വൃതന്മാർ നിമിത്തം അവർക്ക് രക്ഷ ചെയ്യാതെ ഇരിക്കുമോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. വിശുദ്ധന്മാരായ ദീർഘക്ഷമയിൽ ദൈവം സുവിശേഷ വിരോധികളെ നശിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ദൈവം ഇടപെടാത്തത് കൊണ്ട് നിരന്തരമായിട്ട് ദൈവമക്കൾ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തുകൊണ്ടേ ഇരുന്നാൽ ഒരു പക്ഷേ ദൈവം എന്ത് ചെയ്തേക്കും? പ്രതിക്രിയ നടത്തി തൻ്റെ ജനത്തെ അവൻ രക്ഷിക്കും. ഇതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതല്ല. എന്നാൽ അതിൻ്റെ മെയിൻ ത്രസ്റ്റ് എന്താണെന്ന് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. അല്ലാതെ ബാക്കിയൊന്നുമല്ല അവിടുത്തെ വിഷയം. പ്രാർത്ഥനയിൽ എന്തുണ്ടാകാൻ പാടില്ല? മടുപ്പുണ്ടാകാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. മടുത്തു പോകാനായിട്ട് പാടില്ല. കുറച്ച് നാൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പ്രാർത്ഥന നിർത്താനായിട്ട് പാടില്ല. നമ്മുടെ എല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനകൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കില്ല. ഒരു പക്ഷേ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അങ്ങ് മടുപ്പുണ്ടാകും. ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴായിരിക്കും മടുപ്പുണ്ടാകുന്നത്, ഇല്ലേ? ഞാൻ ഉദാഹരണമായിട്ട് പറയാം. സെക്കരിയ പുരോഹിതൻ കൂറിന്റെ ക്രമപ്രകാരം ഇങ്ങനെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നതായ സമയത്ത് ദൂതൻ അവന് പ്രത്യക്ഷനായി അവനോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിരിക്കുന്നു, അതിന് ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ സെക്കരിയാവ് പേടിച്ചു പോയി. സെക്കരിയാവ് പെട്ടെന്ന് ആലോചിച്ചു, ഏത് പ്രാർത്ഥന? കാര്യം എന്നറിയാമോ? ചെറുപ്പത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്കൊരു മോനെ തരണേ, എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പം പുള്ളി ചിന്തിച്ചു, ഇനിയും തരത്തില്ലായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന നിർത്തി. സെക്കരിയാവിന്റെ പ്രാർത്ഥന നിർത്തിയിട്ട് ഒത്തിരി കാലമായി. കാര്യം എന്തു പറ്റി? പ്രാർത്ഥിച്ചങ്ങ് മടുത്തുപോയി. ഇനി ഇത് നടക്കത്തില്ലെന്ന് ചിന്തിച്ചു പോയി. അങ്ങനെ ചിന്തിച്ചു പോയത് കൊണ്ട് പ്രാർത്ഥനയിൽ എന്തുണ്ടായി? മടുപ്പുണ്ടായി. പക്ഷേ കർത്താവ് പ്രാർത്ഥന എന്ത് ചെയ്തില്ല? മറന്നു കളഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു? അവൻ പ്രോമിസ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ അവനോട് കർത്താവ് അവന് ചെയ്യാനുള്ള കാര്യം അവൻ്റെ സമയത്ത് ചെയ്തു. ഇതേപോലെ തന്നെ പ്രാർത്ഥനയിൽ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല?
മടുപ്പുണ്ടാകാനായിട്ട് പാടില്ല. അവൻ്റെ ഹിതമാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥന മടുക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി കിട്ടാനായിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ട് വർഷങ്ങളോളം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നൊക്കെ പറയുന്നത് അതല്ല ഇവിടുത്തെ അർത്ഥം. ഫസ്റ്റ് ഓഫ് ഓൾ, വെൻ യു വോണ്ട് ടു പ്രേ, യു ജസ്റ്റ് ചെക്ക് it with God whether it is God's will. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇത് ദൈവഹിതമാണോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ ചാകുന്ന ഒരു പ്രാർത്ഥന മുടക്കരുത്, ഇല്ലേ? ചിലപ്പോൾ ഞാൻ ഒരാളോട് പറഞ്ഞു, കുഞ്ഞുങ്ങളില്ലാത്ത ഒരാൾ, അപ്പോൾ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞവരോട് പറഞ്ഞത്, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്, കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവോദ്ദേശമാണോ ഇല്ലയോ എന്നുള്ളതൊന്ന് പ്രാർത്ഥിച്ച് നോക്ക്. ഒരു പക്ഷേ ലോകത്തിലെല്ലാവരും കുഞ്ഞുങ്ങളില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, അല്ലേ? കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും അനുഗ്രഹമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ചില ആളുകളെ കുറിച്ച് ദൈവം കുഞ്ഞുങ്ങളില്ലാതെ അവർ വളരാനും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ അവർ വേറെ കുഞ്ഞുങ്ങളെ വളർത്താനായിരിക്കും ദൈവത്തിന്റെ ഉദ്ദേശം, അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതാണ്, ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തുക, അതായത് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണോ വേണ്ട എന്നുള്ളത് ദൈവത്തിന്റെ ഹിതം എന്താണ്. ദൈവഹിതം നിങ്ങൾക്കൊരു കുഞ്ഞ് വേണമെന്നുള്ളതാണെങ്കിൽ, ദൈവഹിതം കുഞ്ഞുങ്ങൾ വേണമെന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവേ സ്തോത്രം, ഇതാ എൻ്റെ ലൈഫെങ്കിൽ നീ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിക്കാനായിട്ട് ഞാൻ തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിലൊന്നാണ് എന്ത്? കുഞ്ഞുങ്ങളില്ലാത്ത ദുഃഖം എന്ന് പറയുന്നത്. അതുകൊണ്ട് ജീവിതകാലം മൊത്തം ദുഃഖിച്ചേ ഇവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ദൈവം അല്ല, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തരുമെന്ന്, അതാണ് ഹിതം എന്ന് പ്രോമിസ് ചെയ്താൽ 60 വയസ്സായാലും പ്രാർത്ഥന നിർത്തരുത്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം. അതായത് ദൈവഹിതമാണ് എന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ പാടില്ല? പ്രാർത്ഥന നിർത്താൻ പാടില്ല. ദൈവഹിതമാണോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഉറപ്പ് വരുത്തണം. ദൈവഹിതമാണെങ്കിൽ, ഇത് കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെട്ടെന്ന് മടുത്തു പോകുന്ന പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, ഇല്ലേ? ഇനി അതല്ല, വേറെ എന്ത് കാര്യവും ആയിക്കോട്ടെ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സ്പിരിച്വൽ നീഡ് ആയിക്കോട്ടെ, ദൈവഹിതം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് നിർവഹിക്കും വരെയും മടുത്തു പോകാതെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അത് നിങ്ങൾക്ക് തരുമ്പോൾ അതിനുവേണ്ടി നിങ്ങളെ ഒരുക്കിയെടുക്കുകയാണ് ദൈവം, അല്ലാതെ വേറെ ഒന്നുമില്ല, വേറെ ഒരു കാര്യവുമില്ല. ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകനെ എലിസബത്തിനും സെക്കറിയാവിനും ലഭിക്കുന്നത് 30 കൊല്ലം മുമ്പായിരുന്നെങ്കിൽ, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ സമയത്ത് അവന് വഴിയൊരുക്കാനായിട്ട് ഈ 60 വയസ്സുള്ള യോഹന്നാനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. അപ്പോൾ ദൈവം എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പെർഫെക്റ്റ് സമയത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 30 കൊല്ലം മുമ്പ് സെക്കറിയാവ് പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കൊരു കുഞ്ഞിനെ തരണേ. സെക്കറിയാവിൻ്റെ മകനിലൂടെ ദൈവത്തിന് പാത ഒരുക്കാൻ ദൈവം നിയോഗിച്ച മലാഖി പ്രവചനത്തിൽ പ്രവചിച്ച ദൈവത്തിന്റെ ശബ്ദമായി വരേണ്ടുന്നവൻ 30 കൊല്ലം മുമ്പ് വന്നാലത്തെ അനുഭവം എന്തായിരുന്നു? തിങ്ക് അബൌട്ട് ഇറ്റ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റുന്നില്ല. ദൈവത്തിന്റെ വിശുദ്ധത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയത്തില്ല. പെർഫെക്റ്റ് ആയിട്ട് യേശു കർത്താവിന്റെ വരവിന്റെ സമയത്ത് ഒരു 6 months കൂടുതലായിട്ട്, 6 മാസം വ്യത്യാസം. 30 വയസ്സാകുമ്പോഴാണ് നോർമലി ഇവരൊക്കെ പബ്ലിക്കായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. യോഹന്നാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി 6 മാസം കഴിഞ്ഞപ്പോൾ യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി. കറക്റ്റ്, പെർഫെക്റ്റ് ടൈം. പക്ഷേ സെക്കറിയാവ് എലിസബത്തും അവർ കാത്തിരിക്കേണ്ടിയിരുന്നു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടിയിരുന്നു. സെക്കറിയാവ് മടുത്തുപോയി, കുറ്റമൊന്നുമല്ല. അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വേണ്ടി കർത്താവ് പറയാണ്, ദൈവത്തിന്റെ ഹിതം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്നറിഞ്ഞാൽ അത് നിർവഹിക്കപ്പെടുമ്പോൾ വരെയും നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടേയിരിക്കണം? അതിനുവേണ്ടി മടുത്തു പോകാതെ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അത് ദൈവത്തെ ഓർപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല, ആ പെർഫെക്റ്റ് ടൈമിന് വേണ്ടി നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയാണ്, നമുക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടിയാണ്. ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിങ്ങിലെ ഒരു ഭാഗം മാത്രമാണ് നമ്മളെന്നുള്ളത് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പോൾ ദൈവം നമുക്ക് പ്രോമിസ് ചെയ്ത കാര്യം ഇന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും പ്രയാസപ്പെടുത്തില്ല, നാളെ കിട്ടിയില്ലെന്ന് പറഞ്ഞ് നമ്മൾ പ്രയാസപ്പെടുത്തില്ല. കാര്യം ടൈമിങ് ആരുടെ കയ്യിലായിരിക്കുന്നത്? ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്തിന്റെ പെർഫെക്റ്റ് പ്ലാനിൽ നമ്മൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുക മാത്രമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകാൻ ഇടയായിത്തീരും. നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവേ, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങളെ നീ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തിൻ്റെ നിറവിൽ പ്രവേശിച്ച് നിന്നെ അറിഞ്ഞുകൊണ്ട് നിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, നിൻ്റെ ഇഷ്ടം അത് ഞങ്ങളുടെ ഇഷ്ടത്തോട് കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, കർത്താവേ, ഞങ്ങളുടെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ നിർവഹിക്കപ്പെടുവാനുള്ള പൂർണ്ണമായ ആ സമർപ്പണം
ഞങ്ങൾ നടത്തുന്നു കർത്താവേ. ഹനനയ മിസലസറയ പറഞ്ഞതുപോലെ ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന്, രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇനി അഥവാ അവനത് ചെയ്തില്ലെങ്കിലും ഞങ്ങൾ നീ നിർത്തിയിരിക്കുന്ന വിഗ്രഹത്തെ നമസ്കരിക്കുകയില്ല. ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ ഫ്യൂച്ചർ ഞങ്ങളല്ല തീരുമാനിക്കുന്നത്, ഞങ്ങളുടെ ഡെസ്റ്റിനി ഞങ്ങളുടെ കയ്യിലല്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വേവലാതിയുമില്ല. തന്നെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടെ യേശു അപേക്ഷ കഴിച്ചുവെങ്കിലും ദൈവം പറഞ്ഞു, അല്ല, എൻ്റെ ഇഷ്ടം അതല്ല, എൻ്റെ ഇഷ്ടം നീ മരിക്കാന്നുള്ളതാണ് എന്ന് പറഞ്ഞപ്പോൾ യെസ് ലോർഡ് എന്ന് പറയാൻ യേശുവിന് കഴിഞ്ഞല്ലോ. അതുപോലെ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറത്താണ് നിന്റെ ഹിതമെങ്കിൽ അതിനുവേണ്ടി യെസ് ലോർഡ് എന്ന് പറയാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. അത് ഒരുപക്ഷെ പ്രയാസകരമായിരിക്കും, ദുഃഖകരമായിരിക്കും. എന്നാൽ ഞങ്ങളെ ശക്തീകരിക്കുവാൻ നീ സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ദൂതനെ അയച്ചു തരുമെന്ന് നിന്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിൻ്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഹിതം നിർവഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ലാതെ വരുമ്പോൾ ഞങ്ങളെ ശക്തീകരിക്കേണ്ടതിന് ഞങ്ങൾക്ക് അഭൗമികമായ നിലയിൽ തന്നെ ഇടപെടുന്ന നിന്റെ ആ അതിഭൗതിക കൃപയ്ക്കായി, മഹനീയ കൃപയ്ക്കായി ഹല്ലേലൂയ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ നിനക്ക് സ്തോത്രം കരയറ്റുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാനല്ല, ഞങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുവാനല്ല, ഞങ്ങൾ മടുത്തു പോകുവാനല്ല, നിന്റെ ഇഷ്ടത്തിന് വേണ്ടി കാത്തിരിക്കുവാനും കർത്താവേ, അത് തന്നെ ഞങ്ങൾ നിർവഹിക്കപ്പെടുവാനും അതിനുവേണ്ടി ഞങ്ങളെ ഏൽപ്പിച്ചു തരുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ ഇഷ്ടം അനുസരിച്ച് പ്രാർത്ഥിച്ചാൽ അത് നടക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിലപ്പുറത്ത് ഞങ്ങളുടെ ഇഷ്ടം നിന്റെ ഇഷ്ടം തന്നെ ആയിത്തീരുന്ന രീതിയിൽ നിന്നിൽ ചേർന്ന് വസിക്കുവാനും നിന്റെ വചനം ഞങ്ങളിൽ വസിക്കുവാനും ഇടയാക്കണമേ കർത്താവേ. നിന്റെ വചനം നിന്റെ ഹൃദയത്തിൻ്റെ ബഹിർസ്ഫുരണമായിരിക്കുന്നുവല്ലോ. നിന്റെ വചനം ആത്മാവും ജീവനുമാകുന്നുവല്ലോ. അതിനെ പലപ്പോഴും ഞങ്ങൾ അക്ഷരമാക്കി നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഇല്ല, ഇന്ന് കർത്താവേ, നിന്റെ വചനം ഞങ്ങൾക്ക് ആത്മാവായി തീരുവാനും ജീവനായി തീരുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങളത് ജീവിപ്പിക്കുന്നത് തിരിച്ചറിയുവാൻ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന എല്ലാ വചനങ്ങളും കൊണ്ട് ജീവിക്കുന്നു എന്നുള്ള നിന്റെ വാക്കുകളെ ഞങ്ങൾ ഒരിക്കലൂടെ ഓർക്കുന്ന കർത്താവേ. ലെറ്റ് ദൈ വേർഡ് എൻലിവൻസ് അസ് എ ഗാഡ്. ഞങ്ങളെ നിന്റെ വചനം ജീവിപ്പിക്കുന്നതെന്ന് അനുഭവിച്ചറിയുവാൻ ഒരു തുടിപ്പായി കർത്താവേ ഞങ്ങളെ തുടിപ്പിക്കുന്നത്, ഞങ്ങളെ ജീവിപ്പിക്കുന്നത്, ഞങ്ങളെ കർത്താവേ ഓ ഹല്ലേലൂയ ഞങ്ങൾക്കൊരു ആത്മാവായി തീരുന്നത് തിരിച്ചറിയുവാൻ കൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ കർത്താവേ ഹല്ലേലൂയ നിന്നിൽ വസിച്ചുകൊണ്ട്, നിന്റെ വചനം ഞങ്ങളിൽ വസിച്ചുകൊണ്ട് കർത്താവേ, നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഇച്ഛകളെയും ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും ഒക്കെ ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണുവാൻ തക്ക ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ. നിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ മടുത്തു പോകാതെ അതിനുവേണ്ടി നിലനിന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. ഒരുപക്ഷെ അത് നിർവഹിക്കപ്പെടുന്നത് നിന്റെ ടൈമിലായിരിക്കും, നിന്റെ പ്ലാൻ അനുസരിച്ചായിരിക്കും. മതി കർത്താവേ, ഞങ്ങൾക്ക് ധൃതിയൊന്നുമില്ല. പലപ്പോഴും ഞങ്ങൾ ധൃതിപ്പെട്ട് പോയിട്ടുണ്ട്, ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവേ. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, ഇല്ല കർത്താവേ, ഞങ്ങൾ കാത്തിരിക്കും. നിന്റെ സമയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. നിന്റെ സമയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും. നിന്റെ സമയത്തിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കും കർത്താവേ. നിന്റെ വിശ്വം ഞങ്ങൾ അംഗീകരിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപകൾക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.